ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാവാൻ സർവം ലഭിക്കുന്നു, ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. എവിടെയാണ് ശ്രദ്ധ നമ്മൾ കൊടുക്കുന്നത്, ആ ഭാഗം വളരാൻ തുടങ്ങും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രകൃതി സത്യമാണ്. ഇപ്പം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നിങ്ങൾ ചുറ്റും നിങ്ങളുടെ റൂമിലൊന്ന് നോക്കൂ. എന്നിട്ട് റെഡ് കളറായിട്ട് ചുമന്ന കളറുള്ള എല്ലാം സ്പോട്ട് ചെയ്തിട്ട് വെക്കൂ. ഒന്നൊന്ന് കണ്ടുപിടിക്കൂ. ഒന്ന് ചുറ്റും നോക്കൂ. നിങ്ങൾ വെയർ ചെയ്യുന്ന വസ്ത്രങ്ങളിലാണോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള ചുമരിലാണോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള ഓബ്ജക്ട്സ് എല്ലാം, വസ്തുക്കളൊക്കെ നോക്കി ചുമന്ന നിറത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് സ്പോട്ട് ചെയ്യൂ. കണ്ടുപിടിച്ചോ? ഓക്കെ. ഇനി ഞാൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഏതൊക്കെ നീല കളറുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിട്ടുപോയത്? റൂമിലൊന്ന് ചുറ്റും നോക്കൂ. എക്സാക്ട്ലി. നമ്മളുടെ ശ്രദ്ധിക്കുമ്പോൾ, ഒരു കാര്യം ശ്രദ്ധയിലേക്ക് വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധയിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഇതാണ് ചേഞ്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോക്കസ്. ശ്രദ്ധ കൊണ്ടുവരിക. എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം. ലൈഫിൽ പല സിറ്റുവേഷൻസിൽ സ്റ്റക്കായി നിൽക്കുന്ന ഈ വീഡിയോ നിങ്ങൾ പീസ് കീപ്പേഴ്സിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ പലരും ശാന്തി നിലനിർത്താൻ വേണ്ടി പലതും ടോളറേറ്റ് ചെയ്ത് അനങ്ങാതെ ശ്വാസം പോലും മുഴുവൻ കഴിക്കാതെ നിൽക്കുന്ന പല ആളുകളും ഉണ്ടാവും. എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. When you stop, the moment you stop pretending that everything is okay, you start seeing what is not okay. ഒന്നുകൂടെ പറയാം. എപ്പോഴാണോ നിങ്ങൾ എല്ലാം ഓക്കെ ആണ് എന്ന് ലോകത്തിനോടും വീട്ടിലുള്ളവരോടും കൂടെയുള്ള ആരോടൊക്കെയാണ് എല്ലാവർക്കും പ്രിറ്റൻഡ് ചെയ്ത് നമ്മൾ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, പലപ്പോഴും അഭിനയിക്കുകയാണ്. ഒന്ന് എല്ലാം വിട്ട് വലിച്ചെറിഞ്ഞൊന്ന് പൊട്ടിക്കരയണം എന്നുണ്ടാവും, പക്ഷെ പറ്റില്ല. കാരണം വീട്ടിലത്തെ ശാന്തി പോവും. ഈ അഭിനയം ഇത് ആളുകളെ മനോരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനയം, ഫോർമാലിറ്റി ആയിട്ട് എല്ലാ ജീവിതം വളരെ ഓഫീസിൽ ഫോർമൽ ആയിക്കോളൂ. നമുക്ക് വീട്ടിൽ പോലും ഫോർമാലിറ്റി വിട്ട് എല്ലാം ഒന്ന് സ്വതന്ത്രമായി ശ്വാസം കഴിക്കാൻ പോലും ഉള്ള അവസ്ഥ പലർക്കും ഇല്ല. അപ്പോൾ എപ്പോഴാണോ നിങ്ങൾ എല്ലാം ഓക്കെ ആണ് എന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നത് നിർത്തുന്നത്, സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം ഓക്കെ, ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. അഭിനയിക്കുന്ന ഒന്ന് നിർത്തി നോക്കൂ. ഈ പെർഫോമൻസ് ആണ് പല ആളുകളുടെയും പ്രോബ്ലം. പെർഫോമൻസ്. ഈ പെർഫോമൻസ് എന്താ? അഭിനയിച്ച് ലോകത്തിനെ കാണിച്ചു കൊടുത്ത് എല്ലാം ഓക്കെയാണ്. ഫേസ്ബുക്കിൽ നല്ല കുറേ ഫോട്ടോസ് ഫാമിലിൻ്റെയും എല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട്, വെൻ ആർ യു ഗോയിങ് ടു ബി റിയൽ വിത്ത് യു? നമ്മളെ തന്നെ പലപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്. അപ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ? വെൻ യു സ്റ്റോപ്പ് പ്രിറ്റൻഡിങ്, ഈ എല്ലാം ഓക്കെ ആണെന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർത്തുമ്പോൾ എവിടെയൊക്കെയാണോ ഓക്കെ അല്ലാത്തത് ഇതൊക്കെ പതുക്കെ വാതിൽ തുറന്ന് പുറത്തു വരാൻ തുടങ്ങും. ഇറ്റ് ഈസ് ലൈക്ക് ആ ഒരു കേർട്ടൻ അങ്ങോട്ട് റിമൂവ് ചെയ്ത് നമ്മളെ റിയാലിറ്റി നമ്മൾ ജസ്റ്റ് കാണണം. ഓ മൈ ഗാഡ്, ഇതാണ് ഇത്രയും കാലം ഞാൻ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും കാലം ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. അങ്ങനെ ഒരു കേർട്ടൻ ഓപ്പണിങ്. നിങ്ങളെ തന്നെ ഒരു ദിവസം നിങ്ങൾ കാണുകയാണ്, ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്നത് എന്താണ് നിങ്ങൾ ശ്വാസം അടക്കി പിടിച്ച് ശാന്തി കീപ്പ് ചെയ്യുക എന്ന പേരിൽ നിങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നത് എന്താണ്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പുറത്ത് ഒരുപക്ഷെ ഒന്നും കാണുന്നില്ലായിരിക്കും. ഐ എം ടോക്കിംഗ് അബൌട്ട് യുവർ ഇന്നർ ഗ്രോത്ത്. ആ ഉള്ളിലുള്ള ശാന്തി, മനസ്സമാധാനം എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ അഭിനയിക്കുന്നത് നിർത്തണം. ഇത് ഒരുപാട് ആൾക്കാരൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നില്ല. ഒന്നെനിക്ക് പറഞ്ഞു തരൂ. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു ഹേർഡ് സംതിങ് ലൈക്ക് ദിസ്? എപ്പോഴാണ് വീട്ടിലുള്ളവർ, നമ്മളുടെ അച്ഛനമ്മമാർ
അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മൾ ആരാണ് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആരാണ് നമുക്ക് പറഞ്ഞു തരാറ് ഇത്? യു ഡോണ്ട് ഹാവ് ടു പ്രിറ്റൻഡ്, യു ആർ ഇനഫ്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ നമ്മളെ കൂടെ ഉണ്ടാവും. വെൻ യു സ്റ്റോപ്പ് പ്രിറ്റൻഡിങ് യു വിൽ സീ ആരാണ് റിയൽ, ഏത് റിലേഷൻഷിപ്പാണ് റിയൽ എന്ന് നിങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ആ മാറ്റത്തിലേക്കുള്ള ഫോക്കസ്. എനിക്ക് മനഃശാന്തി വേണം, ഞാൻ മനസ്സമാധാനത്തിലേക്കുള്ള റോഡിലൂടെ നടക്കാൻ തുടങ്ങാൻ പോവാണ്. തുടങ്ങാം, ലെറ്റ് സ്റ്റാർട്ട്. അവിടെ ഉണ്ടാവാൻ പോകുന്ന ഇപ്പോൾ യെസ് അത് വളരെ സ്കെയറി ആയിരിക്കും. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഒരു ഫോണ് അപ്ഡേറ്റ് ചെയ്യാണ്, അതിൽ കുറേ കാര്യങ്ങളുണ്ടാവും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്സ് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ പറയാണ് ഇല്ല ഞാൻ ഇതൊന്നും ഡിലീറ്റ് ചെയ്യില്ല, ഞാൻ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം, എനിക്ക് കംപ്ലീറ്റ്ലി ബ്രാൻഡ് ന്യൂ ആയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യണം. ഹൗ ഇസ് ഇറ്റ് ഗോയിങ് ടു ഹാപ്പൻ? എങ്ങനെയാണത് ഉണ്ടാവാൻ പോകുന്നത്? പഴയത് ലെറ്റ് ഗോ ചെയ്യാതെ, അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ പുതിയ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ മാറ്റം വരുത്തണം, ഒരേ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരേ മെൻ്റൽ പാറ്റേൺ. ഇന്നത് നിങ്ങൾ നോക്കിക്കോളൂ, ഒരു സിറ്റുവേഷൻ വരികയാണ്, അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന നമ്മൾ തന്നെ മെൻ്റൽ പാറ്റേൺസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഒരു ഫിക്സഡ് പാറ്റേൺ ഉണ്ടാവും. നമ്മൾ ചിന്തിച്ച് ഇതാണ് ഓട്ടോ പൈലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോ പൈലറ്റാണ് വർക്ക് ചെയ്യുന്നത്. കുറേ നമ്മുടെ ജീവിതത്തിലെ പാസ്റ്റിലുള്ള അനുഭവങ്ങൾ, ട്രോമയുള്ള അനുഭവങ്ങളായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന ഒരാളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അയാളൊരു നല്ല കാര്യം പറഞ്ഞാലും കൂടി നമ്മളെ മൈൻഡ് എപ്പോഴും ഭയപ്പെട്ടും കൊണ്ട് അലേർട്ടായിട്ടുള്ള നിൽക്കുമായിരിക്കും. കാരണം പാസ്റ്റ് എക്സ്പീരിയൻസ് അതാണ്, അങ്ങനെയുള്ള ഒരു റെസ്പോൺസാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് എന്താ ചെയ്യുക? അത് നമ്മളൊരു പെർമിഷൻ ഒന്നും ചോദിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി കിക്ക് ഓൺ ആയിട്ട് അത് ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ പോസ് ഫോർ എ സെക്കൻഡ്, ഒരു മിനിറ്റ് പോസ് ചെയ്യും. ഈ പോസിൽ, ഈ സൈലൻസിൽ ഫ്രഷ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രസൻസിന് ഫ്രഷായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റിൻ്റെ നീഡ് അനുസരിച്ച് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും. ലിസൺ. എപ്പോഴും നമ്മൾ ചിരിച്ചും കൊണ്ട് യെസ് യെസ് എന്ന് പറയുന്ന അല്ല ശാന്തി. മനസ്സിലാക്കൂ, നമ്മൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊരു ശാന്തിയാണ്. നമുക്ക് യെസ് ചില സമയത്ത് പൊട്ടിത്തെറിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു പൊട്ടിത്തെറിയായിരിക്കും ആ ഒരു ഹോൾ പാറ്റേണിനെ ബ്രേക്ക് ചെയ്ത് ശാന്തമാക്കുന്നത്. എന്നും പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത്. ചില സമയത്ത് നമ്മളുടെ മനസ്സിനെ ചിന്തിക്കുന്നതിന് അതീതമായിട്ട് ചില ശക്തികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ അത് തീരെ ഓപ്പൺ അല്ല അതിന്. എങ്ങനെ? നമ്മൾ പാസ്റ്റിലാണ് ജീവിക്കുന്നത്, പഴയ റെസ്പോൺസ് സിസ്റ്റമാണ്, നമ്മുടെ ഒരു റെഡിയാക്കി വെച്ചൊരു റെസ്പോൺസ് സിസ്റ്റം. ഓ ശരി ശരി ശരി, ഓക്കെ ഓക്കെ, എല്ലാം അത് ഞാൻ ചെയ്തോളാം, എല്ലാം ഓക്കെ അതെ ആക്കിക്കൊള്ളാം, അങ്ങനെ ആക്കിയിട്ടില്ല, ഫുൾ പ്രശ്നമാണ്. ഇത് നീട്ടി കൊണ്ടുവരുന്നതിനനുസരിച്ച് ലിസൺ, ലൈഫ് വളരെ ഷോർട്ടാണ്, ഇതിനിങ്ങനെ കളിക്കാനൊന്നും സമയമില്ല. എപ്പോഴാണോ ഈ കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞ് നോ എന്ന് പറയുന്നത് ഗിൽട്ടില്ലാണ്ട് പറയാൻ പറ്റണം. നോന്ന് പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. ഭഗവാൻ എവിടെയും പറഞ്ഞിട്ടില്ല നോന്ന് പറയാൻ പാടില്ല എന്ന്. ഗീത മുഴുവൻ നിങ്ങളൊന്ന് അരിച്ചു പെറുക്കി നോക്കൂ. ഇല്ല, എന്തിനാണ് പാണ്ഡവന്മാരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്? പാഞ്ചാലിയെ ഇത്രയധികം അപമാനിച്ച് എല്ലാം കഴിഞ്ഞിട്ടും അത് സാരില്ല, ഞാൻ ഇപ്പം നമ്മൾ എല്ലാം സഹിച്ചോ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അങ്ങനെ അഡ്വർടൈസ് നടക്കുന്നത്, എല്ലാം സഹിക്കണം അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയായിരുന്നോ യുദ്ധം ചെയ്യണം? അത് നീതി ധർമ്മത്തിനനുസരിച്ച് ഓരോ മൂമെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഭഗവാൻ തന്നെ പ്രതിജ്ഞ ചെയ്തു, ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഞാൻ പങ്കെടുക്കുകയില്ല, ഞാൻ സാരഥിയായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ എന്ന്. എന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണോ ഭഗവാൻ ചെയ്തത്? അല്ല,
ഭീഷ്മ പിതാമഹൻ ശരവർഷം കൊണ്ട് അർജുനൻ മൂടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ ചാടി ഇറങ്ങി. അപ്പോൾ ആ മൊമെന്റിൽ അതായിരുന്നു ആവശ്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ അന്ന് ഞാനങ്ങനെ പറഞ്ഞില്ലേ, അല്ലെ അന്ന് ഇയാൾ അങ്ങനെ എന്നോടൊരു സത്യം ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്യണം, അതും പറഞ്ഞ് അയാൾ പോയിട്ടുണ്ടാവും, അയാൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ അതിൽ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. ഈ മൊമെന്റിന് എന്താണ് ആവശ്യം? നിങ്ങളുടെ മനസ്സമാധാനത്തിന് ഏറ്റവും ആവശ്യം അതാണ് ഭഗവാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അപ്പം അത് തിരിച്ചറിയാൻ ഈ ഇന്നർ വോയിസ്, നമുക്കൊരു ഇന്നർ ഗൈഡൻസ് ഉണ്ട്, സ്വഭാവജ്ഞാനം, അത് നമ്മൾ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാൻ പറ്റണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? നമ്മളൊരു സ്പേസ് കൊടുക്കണം, നമ്മൾ ഓപ്പണായി നിൽക്കണം. അപ്പം മാത്രമേ നമ്മുടെ ഉള്ളിലത്തെ ആ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ മൊമെൻറ്റ് ബൈ മൊമെൻറ്റ് നമ്മളെ ഗൈഡ് ചെയ്തും കൊണ്ട് നമ്മൾ വെറും അനാഥരായിട്ട് ഇങ്ങനെ പോകുന്നവരൊന്നുമല്ല. എല്ലാ സ്റ്റെപ്പിലും നമുക്ക് ഹെൽപ്പ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഭക്തന്മാരെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഭഗവാൻ കൂടെ തന്നെ ഓരോ സ്റ്റെപ്പിലും നമ്മളെ അംബരീക്ഷനെ എങ്ങനെയാണോ ആ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ സുദർശന ചക്രം, അവിടെ ഈ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അവിടെ അംബരീക്ഷനെ സംരക്ഷിക്കാൻ സുദർശന ചക്രം അവിടെ വെച്ച് കഴിഞ്ഞു, അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. റെഡിയാണ്, ഭഗവാൻ റെഡിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോൾ അംബരീക്ഷനെ അറിയില്ല ഇപ്പോൾ ഒരു പ്രോബ്ലം വരാൻ പോകണം, ദുർവാസ ശാപമായിട്ട് വരാൻ പോകണമെന്നൊന്നും അംബരീക്ഷനെ അറിയില്ല. അതുപോലെ നമ്മളെ ലൈഫിലും ഇതുപോലെ സുദർശന ചക്രമായിട്ട് ഭഗവാൻ ആളുകളുടെ രൂപത്തിൽ, ഇതാ വീഡിയോസിൻ്റെ രൂപത്തിൽ, ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ, പുസ്തക രൂപത്തിൽ, എല്ലാം ഭഗവാൻ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ഫിസിക്കലി പ്രൊട്ടക്റ്റ് ചെയ്യണോ? അതും ചെയ്യാം. നരസിംഹം പ്രൂവ് ചെയ്തില്ലേ അത്? അങ്ങനെ എല്ലാ തരത്തിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് ആളുണ്ട്, ഭഗവാനുണ്ട്. നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കൂ. ഞാൻ ഭഗവാന്റെ ഗീതയിലെ ജ്ഞാനം ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദേ ഇല്ല, നിങ്ങൾ തന്നെ നിങ്ങളെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുപോവല്ലേ. ഈ ബന്ധുര കാഞ്ചന കൂടെന്ന് പറഞ്ഞ് ഈ കാഞ്ചന കൂട്ടിൽ ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് വെയിറ്റ് ചെയ്യാണ് ആരോ വന്ന് രക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട്. ഇല്ല, ഫിസിക്കലി ആരും വന്ന് നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. യു ആർ ദ വൺ. അപ്പോ ദീപോ ഭവ, നിങ്ങൾ തന്നെ അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഭഗവാന്റെ അടുത്ത് നിന്നുണ്ടാവും. അതിന് ശ്രദ്ധ വേണം. ഓരോ നമ്മൾ ഓപ്പണായി നിൽക്കുക. സൈലൻസ്, നമ്മുടെ സ്വന്തം കമ്പനീനെ നമ്മൾക്ക് ബെയർ ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിൽ ആർക്കാ പിന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പറ്റും, നിങ്ങളുടെ കമ്പനിയിൽ ഇരിക്കാൻ പറ്റുക? അപ്പോൾ ലേൺ ടു ബി എൻജോയിങ് വിത്ത് യുവർ ഓൺ കമ്പനി. നമ്മുടെ സ്വന്തം കമ്പനി നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. അവിടെ ഇല്ലേ, അവിടെ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. യു മേക്ക് മീ ഹാപ്പി. നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഇതിലേക്കൊക്കെ എത്തുന്നതിന് വരെ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഓക്കെ കെൻ യു മേക്ക് മീ ഹാപ്പി, കെൻ യു മേക്ക് മീ ഹാപ്പി. നിങ്ങൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യാണ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആർക്കാ ഇവിടെ സമയം ഇതിനൊക്കെ? ഓരോരുത്തരും അവരവരുടെ ഭാണ്ഡം ചുമന്ന് നടക്കുകയാണെന്ന് മനസ്സിലാക്കൂ. നോബഡി ഈസ് ഗോയിങ് ടു കം ടു മേക്ക് യു ഹാപ്പി. നമ്മൾ സ്വന്തം തീരുമാനിച്ച് നമ്മൾ സ്വന്തം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സമാധാനമുള്ള ആളുകൾ, മനസ്സമാധാനം നഷ്ടപ്പെടുത്താത്ത ആളുകളുമായിട്ട് കൂട്ടുകൂടി അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഈ ഫ്ലോയിൽ, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന പോലെ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇന്നർ ഗൈഡൻസ് വരും, ഗ്രോത്ത് വരും, മനസ്സമാധാനം വരും. ഈ സമാധാനത്തിലാണ് നമ്മുടെ സ്വരൂപം വെളിപ്പെടുത്തി കിട്ടുക. അപ്പോൾ ഇതെല്ലാം എന്തിനാ പറയുന്നത്? ഒരു മുമുക്ഷുവിനോടാണ് ഇതൊക്കെ പറയുന്നത്. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ആഗ്രഹിക്കുന്ന ആള്. ഈ മോക്ഷം എന്ന് പറയുന്നത് വേറെ ആളുകളുടെ അടുത്തൊന്നും കിട്ടുന്നതല്ല കേട്ടോ. മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വന്തം മനസ്സിൽ നിന്നുള്ള മോക്ഷം, സ്വന്തം ഈ പേഴ്സണൽ ഐഡന്റിറ്റി കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, അബദ്ധങ്ങളിൽ നിന്നും ഉള്ള മോക്ഷം. ഇത് ഞാൻ ഈ ശരീരം അല്ല എന്നുള്ള ജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആ സ്വാതന്ത്ര്യം, ഇത് തന്നെയാണ് മോക്ഷം. സ്വരൂപം അറിയുമ്പോൾ അതുണ്ടാവും. അതെങ്ങനെയാണ് വരിക? മനസ്സിനെ ശാന്തിയിലെത്തിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ അതുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യം ഫോക്കസാണ്, ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ഈ ശ്രദ്ധയുടെ ഭാഗങ്ങളായി നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. ലിസൺ, നിങ്ങൾക്ക് you can love somebody deeply and
move on knowing the fact that this person is not going to be in my next chapter. നിങ്ങൾക്കൊരാളെ ഡീപ്പായിട്ട് സ്നേഹിക്കാം. ആ സ്നേഹിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനും പറ്റും നമ്മളുടെ അടുത്ത ജീവിതത്തിൻ്റെ അടുത്ത ചാപ്റ്ററിൽ ഇയാൾ ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഈസ് ഓക്കെ. അതൊരു വലിയ തെറ്റൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ ഒരാളങ്ങനെ തീരുമാനിച്ച് അത് അങ്ങനെ ഒരു മാറ്റമാണ് ജീവിതത്തിൽ വരുത്തേണ്ടത് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ, ഉറപ്പായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത്. എങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? മനസ്സിന് സമാധാനം ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കേണ്ടത് സ്വന്തം. അങ്ങനെ ഇങ്ങനെ ഒരു കമ്പനി കൊണ്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നത് കൊണ്ട് സമാധാനം എന്നുള്ളത് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാണുമ്പോൾ, ഹൗ ലോങ് ആർ യു ഗോയിങ് ടു ഡിം യുവർ ലൈറ്റ്? നിങ്ങളുടെ ഈ ചൈതന്യം, സമാധാനവും ശാന്തിയും എല്ലാം ഉള്ള നിങ്ങളുടെ ഈ ചൈതന്യമായിട്ടുള്ള നിങ്ങൾ എത്ര കാലം ഇങ്ങനെ ഡിമ്മായി നിൽക്കും? വെളിച്ചില്ലാതെ ഷാഡോ പോലെ, ഇങ്ങനെ ഒരു നിഴൽ പോലെ എത്ര കാലം ജീവിക്കും? അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ പണ്ടെപ്പോഴോ നമ്മൾ ഉണ്ടാക്കിയ ഒരു കമ്മിറ്റ്മെൻറ്റും അതിനെ ബാധിക്കാൻ പാടില്ല. പക്ഷേ മാറ്റം പലതരത്തിലാണ് മാറ്റം വരിക. ചിലർ കുറച്ചു കാലം നമ്മുടെ കൂടെ നടക്കാൻ വരുന്നവരാണ്, ചിലർ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. നമ്മൾ അഭിനയിക്കുന്നത്, പ്രിറ്റൻഡിങ് നിർത്തുമ്പോൾ ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉണ്ടാവുക അവർ നമ്മുടെ കൂടെ പക്ഷേ കുറച്ച് കാലം നടക്കും. ഇവിടെ ഗ്യാരണ്ടി എന്ന് പറയണ ഒരു സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കൂ. നമ്മൾ എന്നും വേണം എന്ന് പറഞ്ഞിട്ട് ഒന്നും പിടിച്ചു വെക്കാതിരിക്കൂ. കാരണം എന്താ, ഈ ശരീരം വിട്ട് ഒരു പോക്കങ്ങ് പോകുമ്പോൾ ഇന്നുള്ള എന്തെങ്കിലും കൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടോ? ഒരു റിലേഷൻഷിപ്പ്, ഒരു പ്രോപ്പർട്ടി, പണം, ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് കാലം മാത്രമേ ഇവിടെ ജീവിക്കുന്നുള്ളൂ. ഈ കാലം കഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പ്. അപ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതിരിക്കുക, നീട്ടിവെക്കുക. നാളെ നീളെ എന്ന് പറയില്ലേ, ഈ സമാധാനത്തിൻ്റെ കാര്യത്തിലും അത് തന്നെ വരും. നാളെ നീളെ സമാധാനം കിട്ടും. നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തുക. അസൗകര്യങ്ങൾ വരും, ഭയം വരും, പക്ഷെ ഭഗവാൻ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് ഭഗവാൻ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രതിജ്ഞ തന്നു. നിങ്ങൾ എന്നെ ലക്ഷ്യമാക്കി, ശാന്തി ലക്ഷ്യമാക്കി, സമാധാനം ലക്ഷ്യമാക്കി ഭഗവാനിലെത്തണം എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ അടുത്ത ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ഭഗവാൻ 2 കൈയും നീട്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാവർക്കും സാധിക്കട്ടെ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാ. ഓം ശാന്തി ശാന്തി ശാന്തി.